ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം ചരിത്ര സംഭവമാകുമെന്ന് മന്ത്രി സജി ചെറിയാൻ. പഴുതുകളടച്ച സംഘാടനമാണ് നടത്തിയിരിക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. കായികമേളയിൽ ഉണ്ടായതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്നും മേളയുടെ മുഖ്യ സംഘാടകൻ കൂടിയായ മന്ത്രി മീഡിയ വണ്ണിനോട് പറഞ്ഞു. 14 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ആലപ്പുഴയിൽ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് കൊടികയറുന്നത്. ഈ ഇടവേള ഒട്ടും ബാധിക്കാത്ത തരത്തിലാണ് ആലപ്പുഴയിൽ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. മേളയുടെ മുഖ്യ സംഘാടകനും സംസ്ഥാന ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമായ സജി ചെറിയാൻ എന്നോടൊപ്പമുണ്ട്. സംസ്ഥാന ശാസ്ത്രോത്സവം കായികമേള എറണാകുളത്ത് നടന്നതിന് ശേഷം ശാസ്ത്രോത്സവം തൊട്ടടുത്ത ജില്ലയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ കാണുമ്പോൾ വലിയ ആവേശമാണ്. എത്രത്തോളം എത്തി സംഘാടനം? ഇതിപ്പോൾ ആലപ്പുഴയിലേക്ക് ശാസ്ത്രമേള നൽകിയതിന് ആദ്യം ഞാൻ നന്ദി പറയാം. കാരണം വർത്തമാനകാലത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോട് ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിന് ഏറ്റവും കൂടുതൽ നമ്മൾ പിന്തുണ കൊടുക്കേണ്ട ഒരു മേഖല എന്ന നിലയിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ ജില്ലയിലേക്ക് ഇത് അനുവദിക്കപ്പെട്ടപ്പോൾ ഏറ്റവും ഭംഗിയായി നടത്തണം എന്ന് മാത്രമല്ല, ആലപ്പുഴയിലെ മേള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു മേളയായി മാറണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ചു. ഈ മേളയുടെ ചില പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ സാംസ്കാരിക പരിപാടികൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുകയാണ്. എല്ലാ ദിവസവും ആവശ്യം അനുസരിച്ചുള്ള സാംസ്കാരിക പരിപാടികൾ ഇടട്ടൈമുകളും വൈകിട്ടും പരിപാടി വലിയ തരത്തിൽ ഉള്ള കലാപരിപാടികൾ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നു. പിന്നെ ഏറ്റവും വലിയ മെച്ചം ലോകപ്രസിദ്ധരായ ആളുകൾ 4 പേരുടെ സംവാദം, ISRO ചെയർമാൻ, അതുപോലെ തന്നെ ടെസ്സി, ഇങ്ങനെയുള്ള വലിയ പ്രഗത്ഭന്മാരുമായിട്ട് കുട്ടികൾക്ക് സംവദിക്കാനുള്ള 4 പ്രധാനപ്പെട്ട പരിപാടി. പിന്നെ വരയരങ്ങ് എന്ന് പറയുന്ന ജിതേഷിന്റെ 100 ശാസ്ത്രജ്ഞന്മാരെ വരച്ചുകൊണ്ടുള്ള വലിയൊരു പ്രകടനം ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില വിഷയങ്ങളെ ആസ്പദമാക്കി വർത്തമാനകാലത്ത് ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട ചില വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ചില പ്രബന്ധാവതരണങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ കണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ നഗര ശാസ്ത്രജ്ഞന്മാരുടെ പേര് നമ്മൾ കൊടുത്തിട്ടുണ്ട്. 25 പ്രഗത്ഭരായ ലോകപ്രസിദ്ധരായ ശാസ്ത്രജ്ഞന്മാരുടെ പടം ലളിതകലാ അക്കാദമി വരച്ച് അവരുടെ നാളെ അത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അത് ഉദ്ഘാടനം ചെയ്യും. അതൊരു പുതുമയാണ്. പിന്നെ ഭക്ഷണത്തിനും ഒരു പുതുമ പ്രാവശ്യമുണ്ട്. വെജിറ്റേറിയനോടൊപ്പം നോൺ വെജ് എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം നോൺ വെജും ഈ ഭക്ഷണത്തിന്റെ ഭാഗമായി കൊടുക്കുന്നുണ്ട്. മറ്റു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല താമസ സൗകര്യം, കിടക്ക ഉൾപ്പെടെ മെത്തയും തലയണ അടക്കം കിടക്ക ഉൾപ്പെടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു. ഏറ്റവും നല്ല താമസ സൗകര്യം നമ്മൾ എല്ലാം. അത് ഒന്ന് ബഹുമാനപ്പെട്ട SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി സാറിന്റെ സഹായമാണ്. 200ഓളം കുട്ടികൾക്ക് താമസിക്കാനുള്ള സൗകര്യം കണിച്ചുകുളങ്ങര അദ്ദേഹത്തിന്റെ ഈ സംവിധാനത്തിലാണ് നമ്മൾ അദ്ദേഹം സൗജന്യമായിട്ട് തന്നിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഓരോ കുഞ്ഞിനും ഓരോ പുസ്തകം കൊടുക്കുന്നു. വരുന്ന കുട്ടികൾക്കെല്ലാം പുസ്തകമുണ്ട്. പ്രത്യേകിച്ച് ഈ സംവാദത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കെല്ലാം നല്ല പുസ്തകം കൊടുക്കുന്നുണ്ട്. ഒരു 2000-ഓളം പുസ്തകം നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതൊരു സ്വീകരണമാണ്. സ്വീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫെസിലിറ്റീസും കൊടുക്കുകയാണ്. അവസാന കായികമേള എറണാകുളത്ത് നടന്നപ്പോൾ വളരെ ഗംഭീരമായി അവസാനിച്ചു. പക്ഷെ അവസാനം ചില കല്ലുകടികളുണ്ടായി. അത് അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു. അതിന്റെ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടു. അത്തരം പഴുതുകളൊന്നും ഇല്ലാത്ത തരത്തിലൊരു പഴുതടച്ച സംഘാടനമാണ് ഇവിടെ. അല്ല, പഴുതടച്ച സംഘാടനമാണ്. പിന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ആരെങ്കിലും വിചാരിച്ചാൽ പറ്റുമല്ലോ. കാരണം നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമില്ല. അതിനെ നമ്മൾ ഭയപ്പെട്ടില്ല. അവർക്ക് അവരുടെ അഭിപ്രായം പറയാൻ ആവശ്യമില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കേരളം കണ്ട ഏറ്റവും നല്ല കായികമേള. അതിന് വീശുവും കൂട്ടി ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം നല്ല ഭംഗിയായിട്ട് സംഘടിപ്പിച്ചു. ഏറ്റവും നല്ല ശാസ്ത്രമേള. അത് അദ്ദേഹത്തിന്റെ പ്രത്യേക ഇടപെടലുണ്ട്. കാരണം കാര്യം ഞാനിനകത്ത് ഒരു നിമിത്തമായെന്ന് വിചാരിച്ചാൽ അദ്ദേഹം എന്നോടുള്ള ആ ഒരു ഇടപെടലിന്റെ ഒരു ഭാഗം കൂടിയുണ്ട്. കാരണം നന്നാക്കി നടത്തണം എന്ന അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഉണ്ടല്ലോ. അപ്പൊ അത് മാക്സിമം നമ്മൾ ഇനിയിപ്പോ തിരുവനന്തപുരത്ത് നടക്കുന്ന കലോത്സവം പിന്നെ അദ്ദേഹത്തിന്റെ ജില്ലയിലാണ് ഏറ്റവും നന്നായി വരും. അപ്പൊ അതൊരു അദ്ദേഹത്തിന് അതിനെപ്പറ്റി ഒരു കാഴ്ചപ്പാടുണ്ട്, ഗവൺമെന്റ് കാഴ്ചപ്പാടുണ്ട്. അതനുസരിച്ച് അത് ഓർഗനൈസ് ചെയ്തു. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും കല്ലുകടി വരുമോ ഇല്ലയോ നമുക്ക് പറയാൻ പറ്റില്ല. ജനാധിപത്യത്തിൽ ആരെങ്കിലും പറഞ്ഞേച്ചു പോകുന്ന കാര്യമില്ല. മൊത്തത്തിൽ നമ്മൾ നടത്തുന്ന പ്രവർത്തനം കൊണ്ട് എത്ര ആൾക്ക് ഗുണമുണ്ടായി, നാടിനെന്ത് പ്രയോജനമുണ്ടായി, വിദ്യാഭ്യാസ മേഖലയ്ക്ക് എന്ത് പ്രയോജനമുണ്ടായി, അതാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഈ മേളകളെല്ലാം മുൻകാലങ്ങളെക്കാൾ കൂടുതൽ പ്രയോജനകരമാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ശാസ്ത്രബോധമുള്ള തലമുറയെ വാർത്തെടുത്ത് ശാസ്ത്രബോധമുള്ള പ്രതിഭകളെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മേളയാക്കി ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാന ശാസ്ത്രമേള ശാസ്ത്രോത്സവം മാറും എന്ന ഒരു ഉറപ്പാണ് മുഖ്യ സംഘാടകൻ കൂടിയായ മന്ത്രി സജി ചെറിയാൻ പങ്കുവെക്കുന്നത്. ശാസ്ത്രമേള മൈതാനിയിൽ നിന്നും യു ഷൈജു, മീഡിയ 1 ആലപ്പുഴ.